അങ്ങനെ നമ്മുടെ ചൂലിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ദേ ഇത്രയും ഈർക്കിൽ കിട്ടി, നല്ലൊരു ചൂലായി. ഇനി ഇതിനെ ഒന്ന് കെട്ടി തുമ്പും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഉഗ്രം ചൂല് കിട്ടി. അടുത്ത എയറോടുകൂടി നമ്മൾ ഇത് അവസാനിപ്പിക്കും, ഫിനിഷിംഗ് പോയിന്റിലെത്തും. തേങ്ങ ഇടാൻ വരുന്ന ആൾക്കാരെ അത് ഇട്ട് തരികയുള്ളൂ, അത് പെറുക്കി കൂട്ടി തരില്ല. അത് നമ്മുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ പിന്നെ അത് ചെയ്യാതെ പറ്റൂലല്ലോ. അങ്ങനെ തേങ്ങ ഇടയിൽ കഴിഞ്ഞു. നമുക്ക് ഇവിടെ 3 ചോട് തെങ്ങയുള്ളൂ, പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എന്നും കിട്ടും. തേങ്ങ കുറച്ചേ ഉള്ളെങ്കിലും ഇതെല്ലാം തലയിൽ ചുമക്കുക, അല്ലെങ്കിൽ ബക്കറ്റ് തൂക്കി പിടിച്ചുകൊണ്ട് പോവുക, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്ത് ചെയ്യുന്നറിയാമോ? ഇവിടുന്ന് എടുക്കും, ഒരൊറ്റ എയറാണ് അടുത്ത സെക്ഷനിലേക്ക്. ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് അങ്ങ് വരെ എത്തിക്കും. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഡിസ്കസ് ത്രോയും ജാവലിൻ ത്രോയും ഒക്കെ എറിയുമായിരുന്നു. അതിൻ്റെയൊക്കെ ഓർമ്മയായിരിക്കും ഇതൊക്കെ. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതേപടി തന്നെ മുഴുവനായിട്ട് കൊണ്ടുപോകും. അവിടുന്ന് എറിഞ്ഞിട്ട തേങ്ങകളെല്ലാമാണിത്. ഇനി ഇത് ഇവിടുന്ന് എടുത്ത് അപ്പുറത്തോട്ട്, ഇവിടുന്ന് അടുത്ത എയർ അപ്പുറത്തെ സെക്ഷനിലേക്ക്. ഇപ്പം നമ്മൾ അടുത്തടുത്തെത്തി, നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ്. നമ്മുടെ തേങ്ങകളെ ഇന്നിട്ടതേ ഉള്ളൂ, നല്ല പച്ച തേങ്ങ. അപ്പോൾ 2 പൊതിച്ചൂടെ അങ്ങ് എടുത്തേക്കാം. ഒരൊറ്റ കുത്ത്, യെസ്, നല്ലപോലെ ഇറങ്ങി എടുക്കുക. ഈ കുറച്ച് സ്ഥലം മാറ്റി അടുത്ത കുത്ത്, ഒന്ന് ബലം കൊടുക്കുക. സാധനം ഇങ്ങനെ ഈസി ആയിട്ട് ഇളകി വരും. അടുത്തത് മാറ്റി അടുത്ത കുത്ത്. ഇത്രയേ ഉള്ളതേ, സോ സിമ്പിൾ. നല്ല പച്ച തേങ്ങ. ഇതിൻ്റെ ഈ മൂട് പോഷൻ നമ്മൾ കളയില്ല, അത് നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോഴേ എടുക്കുള്ളൂ. കാരണം ഇവിടം കൊണ്ട് പോലും എയർ കയറി ഇത് ഡ്രൈ ആയി പോകരുത്. അപ്പോൾ കൊച്ചുവേ, നമുക്ക് ഇതിനി എന്ത് ചെയ്യാം? നമ്മുടെ പണികളെ തീർന്നിട്ടില്ല. ദേ ഈ ഓല ഇത് നമുക്ക് കത്തിക്കാനെടുക്കാം. പക്ഷേ ഈ ഓല ഉഗ്രനാണ്, ഒരു ചൂലുണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. നല്ലൊരു ഈർക്കിളി ചൂലിനുള്ള സാധനം നമ്മുടെ കൈ കിട്ടി. നമുക്കിതിനെ ഒരു മടൽ കിട്ടി. ഇനി നമുക്ക് ഈർക്കിളി കറക്റ്റായിട്ട് താഴോട്ട് ചെയ്യും. ഇതിലെ എല്ലാ ഈർക്കിളിയും കൊള്ളില്ല, നല്ലത് മാത്രം നോക്കിയെടുക്കുക, എന്നിട്ട് ചീകി വിടുക. കണ്ട, ഒരു ഈർക്കിളിയായി. അപ്പം നല്ലത് മാത്രം എടുത്താൽ മതി, കാരണം ഇനി ഓലകൾ നമുക്ക് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഒരു 2 മടലിൻ്റെ പച്ച ഈർക്കിലി കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ലൊരു ചൂലിനുള്ള സാധനമായി. മുറ്റം തൂക്കാൻ ഇതിൽ കൂടുതൽ നല്ല സാധനം വേറെ എവിടെ നിന്ന് കിട്ടാനാണ്? ഇനിയും കിടപ്പുണ്ട്. നമുക്ക് ഓരോ ദിവസം ഓരോ മടൽ വീതം ചീകിയെടുക്കാം. ചെറിയ ഒരു ഓലക്കീറ് വെച്ചേ ഇതങ്ങ് കെട്ടി വെച്ചേക്കാം. അപ്പോൾ പിന്നെ താഴെയൊന്നും പോവില്ലല്ലോ. ഇത്രയും എടുത്തു. ഇനി 2 മടലിൻ്റെ കൂടി ഈർക്കിലി എടുത്താൽ നമുക്കൊരു നല്ല ചൂല് കിട്ടും. അപ്പോൾ ഇനി കിടക്കുന്ന 2 മടലുണ്ട്. ഇതുകൂടെ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചൂലിനുള്ള കാര്യം കിട്ടിക്കഴിയും. ഈ തുമ്പും വേണ്ട, ഇതിനകത്തുനിന്ന് കുറേയേറെ പോകാനുണ്ട്. നല്ല ഈർക്കിലി കുറവാണ്, ഉള്ളതെടുക്കാം.
ഇനിയുള്ള കലാപരിപാടി ഇത് ചീയെടുക്കുക എന്നുള്ളതാണ്. ചേച്ചി ഇട മാറടാ, ഇട മാറടാ, വഴക്കാളി, ഇട കൂണ് വഴക്കാളി, ഇട കൂണ് വഴക്കാളി. അങ്ങനെ നമ്മുടെ ചൂലിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇതേ 3 മടൽ മതിയായിരുന്നു നമുക്ക് ഇത്ര ഈർക്കിലെടുക്കാനായിട്ട്. അതിൽ പച്ചയുണ്ട്, ഉണക്കയുണ്ട്. അപ്പം എല്ലാം ചീകിയെടുത്തു. ഇനി നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തുമ്പ് കൂടെ വെട്ടിക്കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ചൂലായി. ഒരു സാധനം പോലും നമ്മൾ വേസ്റ്റ് ആക്കില്ല. റെഡി. ഒരു തേങ്ങായിടിയിൽ നിന്ന് എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ ഒപ്പിച്ചത്. 3 മടലെടുത്തു. അതിൽ ഒരെണ്ണം നല്ല ഉണക്കയായിരുന്നു, ബാക്കി എല്ലാത്തിൻ്റെ പച്ച ഈർക്കിലായിരുന്നു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തുമ്പും കൂടെ വെട്ടിക്കൊടുക്കാം. ആദ്യമേ നമുക്ക് ഇതിനെ ഒന്ന് ലെവൽ ചെയ്യാം. ഇനി എടുത്തു വച്ചിരിക്കുന്ന കയറിട്ട് നല്ല പോലെ അങ്ങ് കെട്ടാം. ചൂല് കെട്ടുന്നതേ സാധാരണ പോലെയല്ല, അത് നല്ല ടൈറ്റായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ തൂക്കുമ്പോൾ ഈ ഈർക്കിലിയെല്ലാം ഊരി താഴെ വരും. അതുകൊണ്ട് നല്ലൊരു സ്പെഷ്യൽ കെട്ടിട്ടാണ് നമ്മളിതിനെ കെട്ടിയെടുക്കുക. ഒരുവിധം വലിയ ചൂല് തന്നെയാണ് നമുക്ക് കിട്ടിയത്. കെട്ടി ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇനി ഇതിൻ്റെ തുമ്പിങ് എടുക്കുക. എന്നിട്ട് ഈ ചെറിയ തുമ്പ് മാത്രം ഇവിടെ വെച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. യെസ്, അങ്ങനെ നമ്മുടെ സൂപ്പറായ ചൂല് റെഡി ആയി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ചൂല്. സംഭവം പൊളിച്ചില്ലേ? അപ്പോളേ നമ്മുടെ പുതിയ ചൂല് റെഡി. ഇനി നാളത്തെ മുറ്റം തൂക്കൽ ഇത് വെച്ച്. ഒരു സാധനം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടോ? ഒന്നും വെറുതെ കളയരുത്, എല്ലാം നമുക്ക് യൂസ് ചെയ്യാം.